തൃശ്ശൂർ പൂരം മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ഉത്സവമാണ് തൃശ്ശൂർ പൂരം. നമ്മൾ ഈ അടുത്ത് ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്തു, തൃശ്ശൂർ പൂരം കലക്കിയതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. പക്ഷേ ഈ തൃശ്ശൂർ പൂരം നമ്മൾ അറിഞ്ഞതിനേക്കാൾ അപ്പുറം ചില കാര്യങ്ങൾ തൃശ്ശൂർ പൂരം കലക്കിയത് സംബന്ധിച്ചുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതൊന്നും അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്നുള്ളതാണല്ലേ യാഥാർത്ഥ്യം. അല്ല ജോൺ, ഇതിനകത്ത് ഈ തൃശ്ശൂർ പൂരത്തിനകത്ത് പ്രശ്നമുണ്ടാകുന്നു എന്നുള്ള കാര്യം ഇന്നും ഇന്നലെ അല്ല നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് PV അൻവർ ഒരു വെടി പൊട്ടിച്ചു. അപ്പോൾ അതിൻ്റെ അകത്തൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് VD സതീശൻ വന്നിട്ട് ഇങ്ങനെ ADGPയും RSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ദത്താജിയുമായിട്ടൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ അകത്തേക്ക് അദ്ദേഹം ഒരു സാധനം ഒന്ന് പുഷ് ചെയ്ത് കയറ്റിയതാണ്. അത് BJPയുടെ വിജയത്തിന് റദ്ദ് ചെയ്ത് കാണിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ നിറം കുറച്ച് കാണിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്തിരിക്കുന്നതാണ്. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൃശ്ശൂർ പൂരം 2024 ആദ്യമായിട്ട് ആക്രമിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് ഒരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 2023, 2022, 2021, 2020 ഇതൊന്നും വലിയ രീതിയിൽ ചർച്ചയാകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചർച്ചയാകുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പൂരം നടത്തുന്ന ആൾക്കാരും അവിടുത്തെ പൂരപ്രേമികളും തൃശ്ശൂരിലെ ഒരു പർട്ടിക്കുലർ ക്ലൗഡിൽ മാത്രമാണ് ഈ പറയുന്ന ഇഷ്യൂസ് വലിയ രീതിയിൽ ചർച്ചയായിട്ട് നിൽക്കുന്നത്. ഇപ്പോ ഞാൻ ചോദിക്കുന്ന, തൃശ്ശൂർ പൂരത്തിനകത്ത് ഇപ്പൊ പ്രശ്നം ഉണ്ടാകുന്നത് തൃശ്ശൂർ പൂരത്തിന് മാത്രമാണോ പ്രശ്നം? ഇന്ത്യയിലെ മുഴുവൻ എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളാവട്ടെ, അല്ലെങ്കിൽ പ്രശസ്തമായ ഉത്സവങ്ങളാവട്ടെ, ഇതിന്റെ മുഴുവൻ നിറം കുറയ്ക്കാൻ പറ്റുന്ന തലത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പറയുന്ന പേറ്റ അനിമൽ ലവേഴ്സ് ഓർഗനൈസേഷൻ അവരെ പോലുള്ള ആൾക്കാര് പലതരത്തിൽ, ഇപ്പൊ ദീപാവലി ആകുന്ന സമയത്ത് എന്താണ് പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് പ്രശ്നമാണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് ആറ്റുകാൽ പൊങ്കാല ഇവിടെ നടക്കുമ്പോൾ അത് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് വരെ പോകാൻ തയ്യാറായി നിന്ന ടീംസിനെ നമുക്കറിയാം. സ്ഥിരമായിട്ട് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അതിരൂക്ഷമായിട്ട് ഇതിനെ അപഹസിക്കുകയും നികൃഷ്ടമാക്കി പറയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് തൃശ്ശൂർ പൂരത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. എവിടെയൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന ഉത്സവങ്ങളുണ്ടോ അവിടെ മുഴുവൻ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ടീം ഒരു ഭാഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരൊരു വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ വർക്ക് വളരെ കണ്ടിന്യൂസ് ആയിട്ടാണ് ആ വർക്ക് അവർ ചെയ്യുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരം തന്നെ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ എടുക്കാം. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ തലേ ദിവസം ഇന്നലെ ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. കോടതി വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് ഒരു നിയമം, ലോക്സഭയും രാജ്യസഭയും ഒരു നിയമം പാസ്സാക്കി നാട്ടാനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്. അതുകൊണ്ട് 2007 ശേഷം നാട്ടാന കൈമാറ്റം നടന്നിട്ടില്ല. നിലവിൽ കേരളത്തില് പ്രൈവറ്റ് ഓണേഴ്സിന്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു 150 ആനകളോ എന്തോ മാത്രമേ ഉള്ളൂ. ബാക്കി ദേവസ്വം ബോർഡിന്റെ കയ്യിലിരിക്കുന്ന ആനകളാണ്. കേരളത്തിൽ 35,000 ഉത്സവങ്ങളെങ്കിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 35,000 ഉത്സവങ്ങൾക്ക് ആകെ 150-200 താഴെയോ പ്രൈവറ്റ് ആയിട്ടുള്ള ആനകൾ മാത്രമേ ഉള്ളൂ. കാരണം 1970-72 ശേഷം ആനയെ പിടിച്ചിട്ടില്ല. അപ്പോ ആ 70-72 ശേഷമുള്ള, അതിന് മുമ്പ് പിടിച്ചിട്ടുള്ള ആനകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ 2007 ശേഷം നാട്ടാന കൈമാറ്റവും കൂടി നിന്നോടുകൂടി അത് തന്നെ 17 വർഷമായി. അപ്പോൾ നിലവിൽ കേരളത്തിൽ 17 വയസ്സിൽ താഴെയുള്ള നാട്ടാനകൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രൈവറ്റ് ഓണേഴ്സിന്റെ കയ്യിൽ. അപ്പൊ 17 വർഷമായിട്ട് ഈ ആന കൈമാറ്റം നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജനിച്ച ഉടനെ അല്ല ആനയെ കൊണ്ടുവരുന്നത്. 6-7 വയസ്സെങ്കിലും ഉള്ള ആനകളെ കൊണ്ടുവരുള്ളൂ. മിക്കതും ചിലപ്പോൾ 10, 15, 20 വയസ്സുള്ള ആനകളായിരിക്കും. അപ്പൊ എങ്ങനെ പോയാലും ഒരു 30 വയസ്സിൽ താഴെയുള്ള നാട്ടാനകൾ കേരളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. 1-2 ഉണ്ടെങ്കിലായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ നാട്ടാന കൈമാറ്റം വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ഉത്സവങ്ങളില് വീണ്ടും അടുത്തൊരു 50-100 വർഷത്തേക്ക് ആനകളുടെ ദൗർലഭ്യം ഉണ്ടാകുന്ന സാഹചര്യം ഇല്ലാതെയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം ഇനി ഇവിടെ നാട്ടാനകൾ ഉണ്ടാകില്ല. ഉത്സവങ്ങൾ ഇപ്പൊ തൃശ്ശൂർ പൂരം പോലും പ്രതിസന്ധിയിലേക്ക് പോയി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടെയാണ് നമ്മൾ ആ കോടതിയുടെ സ്റ്റേ നമ്മൾ എടുത്ത് കാണേണ്ടത്. കാരണം പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ഒരു നിയമത്തിനെ ഒരു ഹൈക്കോടതി കയറി അങ്ങ് സ്റ്റേ ചെയ്യാം. ഒരു ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് കയറി അങ്ങ് സ്റ്റേ ചെയ്യണം. ഇൻട്രാ ബ്രൂണോ എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്ന ഒരു ബെഞ്ചുണ്ട് ഈ പറയുന്ന ഇത്തരം കേസുകൾക്ക് വേണ്ടിയിട്ട്, മൃഗ സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി. കേരളത്തിൽ നാട്ടാനകൾ വ്യാപകമായി ചരിയുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കേരളത്തിലെ നാട്ടാനകൾ എല്ലാം തന്നെ ബഹുഭൂരിപക്ഷം 50-60 വയസ്സിന് മുകളിലുള്ള നിൽക്കുന്ന, അല്ലെങ്കിൽ ആ പീരീഡിലുള്ള ആനകളാണ്. ഇതിന്റെ ആവറേജ് ആയുസ്, ഒരു നാട്ടാനയുടെ ആവറേജ് ആയുസ് ഒരു 60-70 ആ റേഞ്ചിലേ ഉണ്ടാവുള്ളൂ.
ആനകൾ ചിരഞ്ജീവികളൊന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു പീരീഡ് എത്തുമ്പോൾ അത് ചരിയും. ഇപ്പൊ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഇത്ര ആന ചരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാട്ടിൽ ചരിയുന്നില്ല. ഇപ്പൊ നമ്മൾ കാട്ടിൽ പരസ്പരം കൊമ്പ് കോർത്ത് ചരിയുന്നു, അല്ലാതെ ചരിയുന്നു, പലതും ചരിയുന്നു. ഇവിടെ ആരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് വേറൊരു കാട്ടിൽ അത് ചരിഞ്ഞില്ല. സ്വാഭാവികമായിട്ട് അത് സംഭവിക്കുന്ന കാര്യമാണ്. മനുഷ്യരെ പോലെ തന്നെയാണ് ആനകളും ചിരഞ്ജീവികളൊന്നും അല്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഹൈക്കോടതിയില് ഇത്തരത്തില് ചില കോക്കസുകൾ മനഃപൂർവ്വമായിട്ട് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വോയിസ് ഫോർ ഏഷ്യൻ എലിഫൻസ് എന്നും പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. ഒരു ചൈനക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത്. ഇന്ത്യയിൽ സംഗീത അയ്യർ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുണ്ട്. ഇവരെല്ലാവരും കൂടി, ഇവരെല്ലാം കുറെ ആക്ടിവിസ്റ്റുകൾ എന്നുള്ള പേരിലാണ് വന്നിരിക്കുന്നത്. ഇവർ കണ്ടമാനം പൈസ അതിൽ നിന്ന് അവർ പിരിക്കുന്നുണ്ട്. ഇവർ പർട്ടിക്കുലർലി ആനകളെ മൃഗസംരക്ഷണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. ഇവർ എല്ലാ പൂരത്തിന്റെ സമയമാകുമ്പോഴേക്കും ഈ പറയുന്ന കുറെ ഉദ്യോഗസ്ഥരെ ഇവര് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെതായ ഉദ്യോഗസ്ഥരെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് കടന്ന് രാഷ്ട്രീയമായിട്ട് വേറെ പലതും പറയേണ്ടി വരുന്നുണ്ട്. കാരണം പലയിടത്ത് ഫണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഫണ്ട് കൊടുക്കുന്നതിന്റെ പ്രത്യുപകാരമായിട്ട് ചില പർട്ടിക്കുലർ ഉദ്യോഗസ്ഥരെ ചില പർട്ടിക്കുലർ സ്ഥലത്ത് അവർ പ്ലേസ് ചെയ്ത് മേടിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഘടനകൾ, ഞാൻ ഈ ഒരു സംഘടനയെ മാത്രമല്ല പറയുന്ന, പല സംഘടനകൾ ഇത്തരത്തിലുള്ള ആൾക്കാർ പോയിട്ട് അവർക്ക് താല്പര്യകക്ഷികളായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പ്ലേസ്മെന്റ് അവർ മേടിക്കുന്നുണ്ട്. ഇത് മേടിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇവരെ ഉപയോഗിച്ചിട്ട് ഈ പൂരത്തിന്റെ തലേ ദിവസം ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ സർക്കുലർ വരിക. ഇപ്പൊ തന്നെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ സംഭവിച്ചത് എന്താണ്? കൊടി കയറുന്നതിന്റെ അന്നോ അതിന്റെ തലേന്നോ ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇൻഡാസുമായിട്ട് വരുവാണ്. എന്താണ്? 50 മീറ്റർ അടുത്ത്, ആനകളുടെ 50 മീറ്റർ അടുത്ത് ആരും പോകാൻ പാടില്ല, മേളക്കാര് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ മഠത്തിൽ വരവൊക്കെ വരുന്ന സമയത്ത് ആനകളുടെ മേളക്കാര് പോലെ അടുത്ത് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസിങ് അവിടെ ഇല്ല. ഇത് അവസാനം സംസാരിച്ച് 10 മീറ്റർ 8 മീറ്റർ 6 മീറ്റർ എന്നൊക്കെ ഉള്ള നിലയിൽ സർക്കാരും ഈ പറയുന്ന സംഘാടകരും തമ്മിൽ സംസാരിച്ച് ഒരുവിധം അവസാനം രാവിലെ ആകുമ്പോൾ പോലീസ് ഒന്ന് മാർക്കിയാണ്, ഇതിന്റെ അപ്പുറത്തേക്ക് ആള് പോകാൻ പാടില്ല, അതിന്റെ അപ്പുറത്തേക്ക് ആള് പോകാൻ പാടില്ല. അവിടെ മുതൽ പോലീസിന്റെ റെസ്ട്രിക്ഷൻ സ്റ്റാർട്ട് ആവുക. അപ്പൊ പോലീസ് ഇടപെട്ടു എന്നുള്ളതല്ല, പോലീസ് എന്തിന് ഇടപെട്ടു എന്നുള്ളതാണ്. പോലീസ് ഇടപെടുന്നത് ഇത്തരം വിഷയങ്ങൾ ഈ പറയുന്ന ഹൈക്കോടതി ഇല്ലെങ്കിൽ അവർക്കും പ്രശ്നമാണ്. ഹൈക്കോടതിയുടെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണല്ലോ അവർക്കും പ്രവർത്തിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അവർക്കും പ്രശ്നമാണ്. അപ്പൊ ഇത്തരത്തില് പൂരം അലമ്പാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങള് ഇവരുടെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ്ലി ഈ പറയുന്ന ഹൈക്കോടതിയുടെ ചില കോക്കസുകൾ രൂപീകരിച്ചിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പോ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് നമ്മുടെ വനം വകുപ്പിന്റെ GP ആയിട്ടിരിക്കുന്ന, പ്രോസിക്യൂട്ടർ ആയിട്ടിരിക്കുന്ന ശ്രീ നാഗരാജൻ, അദ്ദേഹത്തിന്റെ പേരാണ്. ഈ നാഗരാജൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേരളത്തിലെ 14 ജില്ലകളിലും 100-ലധികം ക്ഷേത്രങ്ങൾ, 100 കണക്കിന് ക്ഷേത്രങ്ങൾ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം ഏകപക്ഷീയമായിട്ട് പെരുമാറുകയാണ് എന്നുള്ള തരത്തില് 100-ലധികം ക്ഷേത്രം, 200-നടുപ്പിച്ച ക്ഷേത്രങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാം. 14 ജില്ലകളിൽ നിന്നും അദ്ദേഹത്തിനെതിരായിട്ട് പരാതി പോയി. പക്ഷെ അദ്ദേഹത്തെ മാറ്റാൻ ഇവർ തയ്യാറായി. പകരം അവരവിടെ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും പേര് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് അതിനകത്ത്. നമുക്ക് വഴിയെ പിന്നെ ഒരു അവസരത്തിൽ അത് കുറച്ചുകൂടി ഡെപ്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇത് അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പൂരത്തിന്റെ ഇവരുടെ പ്രധാന വരുമാന സ്രോതസ് എന്താണ്? വരുമാന സ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പാറമേക്കാവായിരുന്നാലും ശരി തന്നെയാണ്, തിരുവമ്പാടി ആയിരുന്നാലും ശരി തന്നെയാണ്. ഇവരുടെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ആ പൂരം നടക്കുന്ന എക്സിബിഷൻ നടത്തുന്ന ആ ഗ്രൗണ്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനമാണ്. ഈ ഗ്രൗണ്ട് ആരുടെ കയ്യിലാണ്? കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു സുപ്രഭാതത്തിൽ 2 കോടിക്ക് മുകളിലേക്ക് വാടക ആക്കുകയാണ്. 40-42 ലക്ഷം രൂപയ്ക്ക് നിന്നിരുന്ന ഗ്രൗണ്ടിനെ ഒറ്റയടിക്ക് അവർ 2 കോടിക്ക് മുകളിലേക്ക് ആക്കുകയാണ്. ഇവർക്ക് പിന്നെ എവിടെ നിന്നാണ് വരുമാനം കിട്ടുക? ഈ പറയുന്ന ഘടകപൂരങ്ങൾ അതിനകത്ത് പലതും ഇവർ തന്നെ സ്പോൺസർ ചെയ്യുന്നതാണ്. അതിനകത്ത് 6 തിരുവമ്പാടിയോ അതോ തിരിച്ചാണെന്ന് തോന്നുന്നു, പാറമേക്കാവോ 6-4 ആയിട്ടാണ് ഇവർ തന്നെയാണ് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നത് ഘടകപൂരങ്ങളെയൊക്കെ. അപ്പൊ ഇവർക്ക് എവിടെ നിന്നാണ് ഇതിന് ഫണ്ട് കിട്ടുക? അവർ സാമ്പത്തികമായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകത്തില്ലേ? ഇത് ആര് സൃഷ്ടിച്ചതാണ്? അപ്പൊ ഇത് കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനെതിരായിട്ട് അവിടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആള് കോൺഗ്രസിന്റെ MP ആണ് തൃശ്ശൂർ. അദ്ദേഹം എന്ത് ചെയ്തു? ഇവരൊന്നും ചെയ്തിട്ടില്ല. പൂരം ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഇത്തരത്തില് പല തരത്തിലുള്ള, നോക്കൂ, തൃശ്ശൂർ പൂരത്തിന്റെ തലേ ദിവസം അവിടെ ചെന്ന് നിന്നിട്ട് ഇത് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് വരെ പറഞ്ഞ ഉദ്യോഗസ്ഥരവിടെ ഉണ്ട്.
ഈ പറയുന്ന ഒരു കോക്കസിന്റെ പൂരം നടത്താൻ ആ സമ്മതിക്കില്ല. പൂരം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഈ ആന ഇറക്കാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കൂ. ഈ ആനയെ മാനേജ് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഡോക്ടേഴ്സ് ആണ് അല്ലെ, അമിക്കസ് ക്യൂരിമാരല്ല. ഇത് അമിക്കസ് ക്യൂരിയെ പറഞ്ഞവരാണ്. ഈ അമിക്കസ് ക്യൂരി അവിടെ ചെന്ന് നിന്നിട്ട് അവരെ കൊണ്ട് സാധ്യമാകുന്ന തരത്തിലുള്ള അലമ്പുകൾ അവരോട് ഉണ്ടാക്കണം. അലമ്പ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വേറെ വാക്കൊന്നുമില്ല അതിന് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവരെല്ലാരും കൂടി പാറമേക്കാവിന്റെ ആൾക്കാർക്കെതിരായിട്ട് കോടതിയിൽ പോയി, അമിക്കസ് ക്യൂരിയോട് സഹകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി. അത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് മാപ്പ് പറയണമെന്ന് പോലെ. ഇത് നടന്ന സംഭവമാണ്. ഇത് ഇങ്ങനെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. ഇത് മുഖ്യധാര മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെയോ ശ്രദ്ധയിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇവരിത് ഇത്തവണത്തോടുകൂടി നിർത്തിയാൽ നമ്മളും പറയുന്നത് ഇത് ഇവിടെ വെച്ച് നമുക്ക് നിർത്തും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. കാരണം അവരുടെ ഉദ്ദേശം മൃഗസ്നേഹമല്ല. അവരുടെ ഉദ്ദേശം ഇവിടുത്തെ ഉത്സവങ്ങൾ അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഉത്സവങ്ങൾ അട്ടിമറിക്കുക എന്ന് പറയുന്ന ഒരു പരിശ്രമത്തോടു കൂടി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോക്കസോ പർട്ടിക്കുലർ NGOയോ ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു സമാജത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യം മറ്റുള്ളവർക്കും ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.